ഓണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായി നമുക്കൊരു ടിയാഗോ ഓട്ടോമാറ്റിക് കിട്ടാൻ വഴിയുണ്ടോയെന്ന്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടിയാഗോ ഓട്ടോമാറ്റിക് ആയിട്ടാണ് വന്നേക്കണേ. സംഭവം കിടക്കുന്നത് ആലുവയിലാണ്. ന്യൂമറസ് കാസ്റ്റാണ് വാഹനം കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ 2020 ഇതിൻ്റെ മോഡൽ വന്നേക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ XZ ഓട്ടോമാറ്റിക് ആണ്. ഫ്രണ്ടിലെ ആ ഒരു ന്യൂ ഷേപ്പിൻ്റെ അതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കളറും നല്ല ഇമ്പ്രസീവ് ആയിട്ടുള്ള കളറാണ്. ഒട്ടനവധി ആൾക്കാർ ഇപ്പോൾ വൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു തന്നെ കളർ ഈ ഒരു കളറാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനം ഒന്ന് ഫുള്ള് കണ്ടേക്കാം. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എവിടെയൊക്കെ എന്തൊക്കെ പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഒരു ടിയാഗോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ടിയാഗോ നിങ്ങൾക്ക് ഒട്ടനവധി സുഹൃത്തുക്കൾ നമ്മളടുത്ത് ചോദിക്കാറുണ്ട്. ടിയാഗോ നമുക്ക് കിട്ടാറുണ്ടായില്ല. കാരണം നല്ല വണ്ടിയാണല്ലോ നമ്മൾ വീഡിയോയിൽ കൂടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാറ്. അപ്പോൾ ഇന്നൊരു ഫുൾ ലോൺ കിട്ടുന്നത്. ഫുൾ ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഫുൾ ലോൺ, അഡ്വാൻസോ അല്ലെങ്കിൽ ഡൗൺ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ തരണ്ട. ജസ്റ്റ് ഇതിൻ്റെ ഫുൾ ലോൺ പ്രൈസ് എത്ര ഞാൻ പറയാം. ഫുൾ ലോൺ വീഴുന്ന ഒരു സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക് ടിയാഗോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനം പക്കാ ക്വാളിറ്റിയിലിരിക്കുന്ന വാഹനമാണ്. നമ്മൾ ഷോറൂം കണ്ടീഷൻ എന്നൊക്കെ പറയാം. കണ്ടോ ക്വാളിറ്റി നോക്കിയേ. അതേപോലെ അലോയ്സൊക്കെ കണ്ടോ, ഒറിജിനൽ ടാറ്റയുടെ അലോയ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. നല്ല ഇടുക്കം വണ്ടി കാണുമ്പോൾ തന്നെ നമുക്ക് ലുക്കാണ് ഈ വാഹനം, ഒന്നും പറയാനില്ല. കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അതിനൊക്കെ മുന്നേ ജസ്റ്റ് ഇതിൻ്റെ ടോപ്പ് വ്യൂവും സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് പോയേക്കാം. അപ്പോൾ ഇതാണ് ടോപ്പ് വന്നേക്കണം. നമുക്കിതിൻ്റെ ഓരോ പാർട്സിലേക്ക് കിടക്കാം. ഇതിൻ്റെ വീലാർസിലേക്ക് ഒന്ന് പോയേക്കാം. വീലാർസൊക്കെ നല്ല കണ്ടീഷനിലേക്കുന്ന വീലാർസാണ് കേട്ടോ. അലോയ്സിനകത്ത് ചെറിയ രീതിയിലുള്ള സ്ക്രാച്ച് നമുക്ക് കൂടെ കാണാൻ പറ്റും. പക്ഷേ അലോയ്സ് ചിന്നലോ കാര്യങ്ങളൊന്നുമില്ല, ഓക്കെയാണ്, കണ്ടീഷനാണ്. ലാംപ്സ് ആയാലും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. അതേപോലെ ഫോഗ് ലാംപ്സും നല്ല ഭംഗി തന്നെ ഇരിക്കുന്ന ഫോഗ് ലാംപ്സും കൂടെ കാണാം. ഇനി നമുക്ക് ബോണറ്റിലേക്കൊന്ന് നടക്കാം. ബോണറ്റിലും ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും ബോണറ്റിൽ കിട്ടുന്നില്ല. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് ആയാലും ഒരു നീറ്റായിരിക്കുന്ന ബമ്പേഴ്സും കറക്റ്റ് സീറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കേട്ടോ. നമുക്ക് ഇവിടുത്തെ വീലാർസിലേക്ക് ഒന്ന് പോയേക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടുണ്ടെങ്കിൽ വീലാർസ് കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് പക്ക കണ്ടീഷനിലാണ്. സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടെ മിറേഴ്സൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. 2 ഡോർ നോക്കാം. 2 ഡോറും ഇവിടെ ഭംഗി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്ക് കൂടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് നമുക്ക് കൂടെ കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. ഓക്കെ. സൈഡ് പോർഷനിലേക്ക് പോകാം. കണ്ടോ, നല്ല ഭംഗി തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷൻ നമുക്ക് കൂടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ നമ്മൾ ടിയാഗോയിൽ മാത്രം കണ്ടിരിക്കുന്ന ആ ഒരു കോർണർ സ്പോയിലേഴ്സ് നമുക്ക് കൂടെ കാണാം. ഇവിടെ നമുക്ക് ഡീഫോഗസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ടിയാഗോയുടെ ബാഡ്ജിങ് നമുക്ക് നിൽക്കുന്നുണ്ട്. അതേപോലെ നമുക്കിവിടെ ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് ആയാലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വീലാർസിൻ്റെ എയർ കണ്ടീഷൻ നോക്കാം. വീലാർസ് നീറ്റാണ്. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല കണ്ടീഷൻ ഉണ്ടെങ്കിൽ അലോയ്സ് നമുക്കിവിടെ കാണാം. 2 ഡോർ നോക്കാം. 2 ഡോറും ഇവിടെ പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസ് കിട്ടുന്നുണ്ട്. ഈ ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഡോറൊക്കെ നല്ല നീറ്റായിരിക്കും. ഡോർസ് നമുക്ക് കൂടെ കാണാൻ പറ്റും. അതേപോലെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ സീറ്റ്സൊക്കെ ഉണ്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡാഷൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. അവിടെ നമുക്ക് എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ കിലോമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 85,000 കിലോമീറ്റേഴ്സ് വാഹനം ഓടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കാണ്. അതേപോലെ തന്നെ പ്ലാറ്റ്ഫോമൊക്കെ നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. ചെറിയ രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം. സീറ്റ്സൊക്കെ നീറ്റാണ്, കണ്ടീഷനാണ്. റിയർ ബാർ സീറ്റായാലും നല്ല നീറ്റായിട്ടിരിക്കുന്നു. റൂഫും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഇവിടെ മെയിനായിട്ട് കാണിക്കാനുള്ളത്. ഇനി നമുക്കിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. പാസഞ്ചർ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ഡോർസൊക്കെ വീണ്ടും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇതേപോലെ സീറ്റ്സ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാം. അഡ്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ലെഗ് റൂം നോക്കാം. ലെഗ് റൂം ആയാലും നീറ്റായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്പേഷ്യസ് ആയിട്ടിരിക്കുന്ന ലെഗ് റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കായിരുന്നു ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളും നോക്കാം. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടിയാഗോൻ്റെ എൻജിൻ റൂം. നല്ല കണ്ടീഷനാണ്. ഇത് ചെറിയ ക്ലീൻ ആയിട്ടുള്ള അതിൻ്റെ പേരിലാണ് ആ അഴുക്കും കാര്യങ്ങളൊക്കെ കാണുന്നത്. പക്ഷേ വാഹനം നല്ല പക്ക ക്വാളിറ്റിയിലാണ് ഇരിക്കണം. ഒരു ലീക്കേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. 2020 മോഡലായതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി നമുക്കിവിടെ കാണാം. പവർഫുൾ ബാറ്ററിയാണ്. എഡ്ജസ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ. ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കേട്ടോ. അതേപോലെ ലോവർ പോർഷനിലേക്ക് പോകാം. ലോവർ പോർഷൻ ആയാലും നല്ല ഭംഗി തന്നെ വൃത്തി തന്നെ ഇരിക്കുന്ന ലോവർ പോർഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കായിരുന്നു വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ നിന്ന് നമുക്ക് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി
ബൂട്ടിലേക്ക് നോക്കാം, ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ പാർസൽ ട്രേയിലേക്ക് പോകാം. പാർസൽ ട്രേ നല്ല നീറ്റായിട്ടിരിക്കുന്ന പാർസൽ ട്രേ നമുക്ക് കൂടെ കാണാൻ പറ്റും കേട്ടോ. അതേപോലെ ഇവിടെ പ്ലാറ്റ്ഫോം നോക്കാം. പ്ലാറ്റ്ഫോം ആയാലും കുറച്ച് പൊടിയൊക്കെയുണ്ട്, പക്ഷേ ക്വാളിറ്റിയാണ്, കുഴപ്പമൊന്നുമില്ല. അതേപോലെ നമുക്കിനി അഡ്ജസ്റ്റിലേക്ക് പോയേക്കാം. അഡ്ജസ്റ്റ് എന്തെങ്കിലും രീതിയിലുള്ളൊരു തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ നീറ്റായിട്ടിരിക്കുന്ന ഒരു അഡ്ജസ്റ്റ് നമുക്കിവിടെ കാണാം. അതേപോലെ ലിഡിലേക്ക് പോകാം. ലിഡായാലും നല്ല കണ്ടീഷനായിട്ടിരിക്കുന്ന ലിഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്പെയർ വീലിലേക്ക് നോക്കാം. സ്പെയർ വീലായാലും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന സ്പെയർ വീല്, ഫുള്ള് ഗ്രിപ്പ് നിൽക്കുന്ന സ്പെയർ വീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെ സ്പെയർ വീൽ റൂമായാലും നീറ്റായിട്ടിരിക്കുന്ന സ്പെയർ വീൽ റൂമും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു വാഹനത്തിൻ്റെ ഫുള്ള് വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കുഴപ്പമില്ലാത്തൊരു ബഡ്ജറ്റിൽ നല്ലൊരു ഓട്ടോമാറ്റിക് വാഹനം മോഡൽ കൂടിയത് 2020 ഇതിൻ്റെ മോഡൽ വന്നേക്കുന്നത്. 2020 മോഡൽ എക്സൈഡ് ഓട്ടോമാറ്റിക് ടിയാഗോ ആണത്. പിന്നെ ഇതിൻ്റെ വേറെ പെട്രോളും കൂടിയാണ്, അതുകൂടി എടുത്ത് പറയാണ്. പിന്നെ വേറെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു ഫാമിലിക്ക് ഇപ്പോൾ അധികം നമുക്ക് മാനുവലൊക്കെ ഓടിച്ച് ശീലമില്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം എന്തുകൊണ്ടും, പിന്നെ ചില ആൾക്കാർ ഇപ്പോൾ ടാറ്റ ആണല്ലോ എന്നൊക്കെ നോക്കും, പക്ഷേ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ടാറ്റയുടെ ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോണ വാഹനങ്ങളിലൊന്നാണ് ഈ ഒരു ടിയാഗോൻ്റെ ഏത് മാനുവലായാലും ഓട്ടോമാറ്റിക് ആയാലും. നമുക്ക് റേറ്റിലേക്ക് കടക്കണേക്കാവുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വരും. 35,000 രൂപ മുതൽ ലക്ഷക്കണക്കിന് വരെയുള്ള വാഹനങ്ങളുടെ വീഡിയോസ് നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും നിങ്ങളിലേക്ക് ഡെയിലി വന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 5.25 ലക്ഷം രൂപയാണ്, 5.75 lakhs. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പറും എൻ്റെ വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ട് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം, നെഗോഷിയേറ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള ലോൺ ഫെസിലിറ്റി ആവശ്യമുള്ള സുഹൃത്തുക്കൾ അതും ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. വാഹനങ്ങളുടെ വീഡിയോസ് ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.